വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട പരാതിയിൽ വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വളരെ വേദനയുണ്ടാകുന്ന സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ഞാനിപ്പോൾ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനൊരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിൻ്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട്, അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി ചോദിച്ച കാര്യത്തിലേക്ക്, ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത്? ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പോൾ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത്, ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിൻ്റെ മെൻഷർ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിൻ്റെ ഉത്തരവാദിത്വം ഡോക്ടറിൻ്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നേഴ്സിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണല്ലോ ഇത്. ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവ സർജറി നടത്തി? അത് ആ ഒരു സ്ക്രബ് നേഴ്സ് അവിടെ ഇല്ല എങ്കിൽ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യമാണ്. ഇവിടെ നേഴ്സില്ല. അങ്ങനെ സ്ക്രബ് നേഴ്സ് ഇല്ല എങ്കിൽ എങ്ങനെ ഒരു സർജറി അവർ അന്ന് നടത്തി? എങ്ങനെ ആ പ്രൊസീജിയർ അവർ നടത്തി? അങ്ങനെ നടത്താൻ കഴിയില്ലല്ലോ. മെഡിക്കൽ കോളേജുകളിൽ ഈ പ്രൊസീജിയറുകൾ നടക്കുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കി തന്നെയാണ് ചെയ്യുന്നതും ചെയ്യേണ്ടതും. ചെയ്തില്ലെങ്കിൽ ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നല്ലേ പറയുന്നത്. അതിലും ഗൗരവതരമാണ് അത് പറഞ്ഞത്. കാരണം പ്രോട്ടോകോൾ പ്രകാരം, ഗൈഡ് ലൈൻ പ്രകാരം, WHO പ്രോട്ടോകോൾ പ്രകാരം ആ സ്ക്രബ് നേഴ്സ് ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായേ മതിയാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഒരു ഡോക്ടർ സർജറി നടത്തുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അത് നടത്തിയത്? അത് തന്നെ ഏറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് മറ്റൊരു വിഷയത്തിലേക്കാണ് ആ വാക്കുകൾ കൊണ്ടെത്തിക്കുന്നത്. അതിന് ഉത്തരം പറയേണ്ടതായിട്ട് വരും. കാരണം ഒരു ജനറൽ അനസ്തേഷ്യ നൽകുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കേസിൽ അങ്ങനെ ഒരു സ്ക്രബ് നേഴ്സോ ഇല്ലാതെ തന്നെ ഇവിടെ അത് പ്രൊസീജിയർ ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു കാലത്ത് സംഭവിക്കുന്ന കാര്യമല്ല. അത് അങ്ങനെ ഏതെങ്കിലും OT-യിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെയ്ത ആ ആളുകളുടെ ഉത്തരവാദിത്തമായിട്ട് വരും. അത് അതിലും ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ ഡോക്ടേഴ്സിന് അറിയാം. ഇത് ആ നിലയിലൊന്നും അല്ല. മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അങ്ങനെയാണിത് നടക്കുന്നത്. പിന്നെ എളുപ്പം പറയാനുള്ള കാര്യമല്ലേ, വീട്ടിൽ പോയി കണ്ടു, പല പ്രാവശ്യം കണ്ടു, പക്ഷേ ആളെ ഓർമ്മയില്ല, കേസ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഓർമ്മയുണ്ട്. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ആ കുടുംബം പറയുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഘട്ടത്തിൽ കർശനമായിട്ടുള്ള നടപടികൾ ഉറപ്പാക്കാൻ നിയമ നടപടികൾ തന്നെ സ്വീകരിക്കും. അതുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കേണ്ട നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിക്കും. അത് എത്ര വർഷങ്ങൾക്ക് മുൻപുള്ള കേസാണെങ്കിലും, ഇപ്പോൾ മറ്റൊരു കേസുണ്ടായത് 2017 അപ്പോൾ അത് UDF കാലത്താണെങ്കിലും LDF കാലത്താണെങ്കിലും ഏത് കാലത്താണെങ്കിലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അതിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. വയറ്റിൽ മുഴയുമായാണ് ഉഷ ചികിത്സയ്ക്കായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നതെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ B. പത്മകുമാർ പറഞ്ഞു. വളരെ വലിയ മുഴയായതിനാലാണ് സർജറി നടത്തിയത്. അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ അഡ്മിറ്റാകാൻ കഴിയില്ലെന്ന് പറഞ്ഞത് അവർ തന്നെയാണ്. അതിന് തയ്യാറല്ലെന്നും പിന്നീട് വരാമെന്ന് പറഞ്ഞുവെന്നും പ്രിൻസിപ്പൽ B. പത്മകുമാർ പറഞ്ഞു. വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ സംഭവത്തിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരണവുമായി രംഗത്തെത്തിയത്. അതേസമയം ഉഷയ്ക്ക് സർജറി നടത്തിയത് ഡോക്ടർ ലളിതാംബിക അല്ലെന്നും ഡോക്ടർ ഷാഹിദയാണെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഹരികുമാറും പ്രിൻസിപ്പളും വ്യക്തമാക്കി.
കണ്ടെത്തേണ്ടതാണ്. കാരണം ലാപ്രോട്ടമി എന്ന് പറയുന്ന ഒരു വലിയ സർജറിയാണല്ലോ അവർക്ക് ചെയ്തത്. അപ്പോൾ ഒന്നും കണ്ടെത്തിയതായിട്ടൊന്നും അതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് രേഖാമൂലം നമുക്ക് ഇതെല്ലാം അവർ പറയുന്നത് എല്ലാം അവർ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷമാണ്. അത് അങ്ങനെ രേഖപ്പെടുത്തി ഇല്ലായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഊഹിച്ചതിന്. പക്ഷേ അതിനകത്ത് പറയുന്നത് അവരെല്ലാം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഓപ്പറേഷൻ അസിസ്റ്റ് ചെയ്ത സ്ക്രബ് സിസ്റ്ററിന്റെ നോട്ട്. അപ്പോൾ അതുകൊണ്ട് അല്ല, ഇതൊരു വലിയ ഇങ്ങനെ യുക്തിപൂർവ്വം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം വലിയ സർജറിയാണ് നമുക്ക് രണ്ടാമത് ചെയ്തത്. 3.5 കിലോഗ്രാമുള്ള വലിയ ട്യൂമറാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ ഒരു വലിയ സർജറി തന്നെയായിരുന്നു. അപ്പോൾ അത് ആ സമയത്ത് കണ്ടെത്തിയിട്ടില്ല, അങ്ങനെ വേറെ ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഈ സർജറി ചെയ്തൊരു സാഹചര്യം കൂടെ നമ്മളൊന്ന് പരിഗണിക്കണം. 2021 കോവിഡിൻ്റെ 2ാം തരംഗമുള്ള സമയത്ത് സാധാരണ ഇവർ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ല ഈ ഡോക്ടർമാരും സിസ്റ്റർമാരും എല്ലാം ഈ സർജറി ചെയ്തത്. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. ഞാനതിൽ ലഘൂകരിക്കുകയല്ല എങ്കിൽ പോലും PPE കിറ്റിട്ടും ഗോഗിൾസ് ധരിച്ചും ഒക്കെ വളരെ പരിമിതമായിട്ടുള്ള ചില സാഹചര്യങ്ങളിലാണ് അവർ സർജറി ചെയ്തത്. അതും ഒരു നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തോ പക്ഷേ പിന്നെ അവർ വന്നതായിട്ട് രേഖകളൊന്നുമില്ല. പിന്നെ അവർ അല്ല, അവരുടെ നഴ്സുമാരുടെ റെക്കോർഡിക്കൽ നോട്ട്സിനകത്ത് അവർ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്ക്രബ് സിസ്റ്റർമാരും ഫ്ലോർ സിസ്റ്റർമാരും എന്നുള്ളൊരു WHO ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. നമ്മൾ 2024 മുതലാണ് ആ ഒരു പ്രോട്ടോകോൾ ഉള്ളത്. പക്ഷേ നമ്മുടെ ഈ മാൻ പവറിൻ്റെയൊക്കെ കുറവ് മൂലം നമുക്ക് കൃത്യമായിട്ട് ആ പറയുന്ന രീതിയിൽ ഇതിനെ ഡിവൈഡ് ചെയ്യാനൊന്നും സാധിച്ചില്ലെങ്കിൽ പോലും അതിൻ്റെ ഫംഗ്ഷനുകളെല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഇൻചാർജ് സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ ഈ ഫ്ലോർ സിസ്റ്ററിൻ്റെ ഡ്യൂട്ടി ചെയ്യും. സ്ക്രബ് സിസ്റ്റർ ഈ സർജറി അറ്റൻഡ് ചെയ്യുകയും ചെയ്യും. കൃത്യമായിട്ട് ഈ അവർ പറയുന്ന പോലെ ഗൈഡ് ലൈൻ അനുസരിച്ച് ആളുകളെ കൊടുക്കാൻ നമുക്കില്ല. പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ അത് ഉദ്ദേശിച്ച എല്ലാ ഫംഗ്ഷൻസും ഈ ഉള്ളവരെ കൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെ അല്ല, ഗൈഡ് ലൈൻ പിന്നെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ, പക്ഷെ നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഗൈഡ് ലൈൻ ചെക്ക് ലിസ്റ്റിലേക്ക് മെഡിക്കൽ വിശദീകരണം എന്തൊരു കാര്യമാണ്. അതായത് 50 വർഷം വരെ അതിനകത്ത് വാസ്തവമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ പിന്നെ ഇതുണ്ടല്ലോ, ഓർത്തോ പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റെറൈൽ നീഡിലുകൾ പിന്നെ ചില ഇംപ്ലാന്റുകളൊക്കെ നമ്മൾ അങ്ങനെ വെക്കാറുണ്ട്. അപ്പോൾ അത് സ്റ്റെറൈൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള സിംറ്റം ഉണ്ടാക്കത്തില്ല. ഇപ്പം തന്നെ അവർക്കുണ്ടായ സിംറ്റം എന്ന് പറയുന്നത് ഇതുകൊണ്ടുള്ളതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്കൊരു സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തിയത്, ബ്ലാഡർ സ്റ്റോൺ. അതായിരിക്കും അവർക്ക് യൂറിനറി സിംറ്റംസ് ഒക്കെ ഉണ്ടാക്കിയത്. 2 മാസമായിട്ട് അവർക്ക് യൂറിനറി സിംറ്റംസ് ഉണ്ടായിരുന്നു. ബ്ലഡൊക്കെ പോയപ്പോഴാണ് അവർ ഡോക്ടറെ സമീപിച്ചത്. യൂറോളജിസ്റ്റിനെയാണല്ലോ കണ്ടത്. അപ്പോൾ അതെല്ലാം തന്നെ ഈ ഉണ്ടായ സ്റ്റോണിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടായതായിരിക്കണം. യാദൃശ്യമായിട്ട് ഇതിപ്പോൾ കണ്ടെത്തി ഒരു എക്സ്റേക്കകത്ത്. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഗൗരവമായിട്ട് തന്നെയാണല്ലോ നമ്മൾ കണ്ടത്. അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. സർജറിയിൽ ഉണ്ടായിരുന്നവർ അറ്റൻഡ് ചെയ്ത സിസ്റ്റർമാർ പലരും ഉണ്ട്, അത്രേ ഉള്ളൂ. ഉണ്ട്. അതായത് അന്ന് HOD ആയിട്ടുണ്ടായിരുന്ന ഒരു മാഡം മാത്രം ഇപ്പോൾ സർവീസിലില്ല. മാഡം റിട്ടയർ ചെയ്തു. ബാക്കി എല്ലാവരും പലയിടങ്ങളിലായിട്ട് സർവീസിലുണ്ട്.